നിതിൻ അഗർവാളോ റവാഡ ചന്ദ്രശേഖരോ യോഗേഷ് ഗുപ്തയോ ആരാണ് DGP ആകുക, ലോ ആൻഡ് ഓർഡർ DGP ആകുക എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം, ക്യാബിനറ്റ് തീരുമാനിക്കാം. യോഗേഷ് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ CPM-നെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് അത്രത്തോളം താല്പര്യമുള്ള ആളല്ല. PP ദിവ്യ കേസും അതിനപ്പുറത്തേക്ക് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചില ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാനടക്കം സംസ്ഥാന സർക്കാർ മടിക്കുകയും DGP-യുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. നിലവിൽ ഈ സാധ്യതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലോ ആൻഡ് ഓർഡർ DGP ആരാകുമെന്ന ചോദ്യത്തിന് റവാഡ ചന്ദ്രശേഖറിലേക്കാണ് കൂടുതൽ അറ്റൻഷൻ വരുന്നത്. നേരത്തെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഉദ്യോഗസ്ഥനായിരിക്കെ തന്നെ സംസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയുമായി അടക്കം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാധ്യത റവാഡ ചന്ദ്രശേഖറിലേക്ക് മാറുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. മറ്റാരിലേക്ക് തിരിയുമോ? നമുക്ക് ഷഫീദ് റാവത്ത് നമ്മോടൊപ്പം തുടരുന്നു. ഷഫീദ്, നേരത്തെ ഈ ബറ്റാലിയൻ ADGP MR അജിത്കുമാറിന്റെ അടക്കം പേരുകൾ നിർദ്ദേശിച്ചതിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് RSS മേധാവിയുമായി കൂടിക്കാഴ്ച അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്. പക്ഷേ UPSCക്ക് ഈ ലിസ്റ്റ് കൈമാറുമ്പോൾ തന്നെ UPSC നിഷ്കർഷിച്ച ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ADGP സ്ഥാനത്തുള്ളവർക്ക് നിലവിൽ DGP പോസ്റ്റ് കൊടുത്ത് ലോ ആൻഡ് ഓർഡറിലേക്ക് കൊണ്ടുവരേണ്ട എന്നുള്ളത്. ആ ഒരു സാങ്കേതികത്വം കൊണ്ട് മാത്രമല്ലേ MR അജിത്കുമാറിന്റെ പേര് സംസ്ഥാനത്തിന് കേന്ദ്രം തിരിച്ചയക്കാതിരുന്നത്? സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി ആരെന്ന ചോദ്യത്തിന് 3 പേരുകൾ UPSC സംസ്ഥാനത്തിന് കൈമാറിയിരിക്കുന്നു. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിലുള്ളത്. നിലവിൽ നിതിൻ അഗർവാളിനും റവാഡ ചന്ദ്രശേഖറിനുമാണ് സാധ്യത ഏറുന്നത്. യോഗേഷ് ഗുപ്ത സംസ്ഥാന സർക്കാരുമായി CPM-യുമായി അത്രത്തോളം നല്ല ബന്ധത്തിലല്ല എന്നത് നമ്മൾ പല ഘട്ടങ്ങൾ കണ്ടതാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ പോലീസ് മേധാവി ആരെന്ന്, ലോ ആൻഡ് ഓർഡർ DGP ആരെന്ന് തീരുമാനിക്കാൻ ഇനി സംസ്ഥാന സർക്കാരിന് ഡിസ്ക്രിഷണറി അധികാരം, വിവേചനാധികാരം ഉള്ളത് കൊണ്ട് തന്നെ യോഗേഷ് ഗുപ്തയിലേക്ക് ആ പേരെത്തില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. ഷഫീദ് റാവത്ത് നമ്മോടൊപ്പം ചെയ്തു. ഷഫീദ്, MR അജിത്കുമാറിനെ ഇത്തരത്തിൽ ലോ ആൻഡ് ഓർഡർ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരാത്തത് ഒരു സാങ്കേതികത്വം മാത്രമല്ലേ? നേരത്തെ ഈ 6 പേരുടെ പട്ടിക UPSCക്ക് കൈമാറിയ സമയത്ത് ADGP ആയ ഒരാൾക്ക് ഇത്തരത്തിൽ DGP ചാൻസ് കൊടുക്കേണ്ട എന്ന് UPSC തന്നെ ക്രൈറ്റീരിയ കൊണ്ടുവന്നിരുന്നില്ലേ? ഈ സാങ്കേതികത്വമല്ലേ MR അജിത്കുമാറിനെ വിലങ്ങായത്? UPSC യോഗം തിരിച്ചയച്ച ചുരുക്കപ്പട്ടികയിൽ ഇനി ആര് DGP ആകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പേരിൽ നമ്മൾ ഉറച്ചു നിൽക്കാം. ഒരുപക്ഷെ അത് നിതിൻ അഗർവാളോ അതല്ലെങ്കിൽ റവാഡ ചന്ദ്രശേഖറോ ആയിരിക്കാം. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പേരിലെ പട്ടികയിലെ 3-ാം പേരുകാരനായിട്ടുള്ള യോഗേഷ് ഗുപ്ത നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായും നല്ല സ്വരച്ചേർച്ചയിലല്ല. മാത്രവുമല്ല രാഷ്ട്രീയമായി കൂടി അദ്ദേഹത്തിനെതിരെ CPM ചില നിലപാടുകളൊക്കെ കടുപ്പിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് അത് PP ദിവ്യ കേസ് വിജിലൻസ് മേധാവിയായിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത ചില നീക്കങ്ങളും നിലപാടുകളും ഒക്കെ അദ്ദേഹത്തെ സംസ്ഥാന സർക്കാരിന് അനഭിമതനാക്കിയിട്ടുണ്ട്. പകരം 2 പേർ അതുതന്നെയാണ് സംസ്ഥാന സർക്കാർ. അതൊക്കെ ഒരുപക്ഷെ അത് മുഖ്യമന്ത്രിയുടെ മനസ്സിലായിരിക്കും അതാരായിരിക്കും എന്നുള്ളതിൽ തീരുമാനം ഉണ്ടാവുക. സ്വാഭാവികമായും ആ 2 പേരിൽ നിലവിൽ ഇപ്പോൾ DGP പട്ടികയിലുള്ള നിതിൻ അഗർവാൾ ഉണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ കഴിഞ്ഞ ആഴ്ചയിലാണ് സംസ്ഥാനത്തേക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ അദ്ദേഹം മടങ്ങിയെത്തി മുഖ്യമന്ത്രിയുമായും അതേപോലെ തന്നെ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബുമായൊക്കെ ചർച്ച നടത്തിയപ്പോൾ സ്വാഭാവികമായും ആ 2 പേരിലായിരിക്കും സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുക. അതിൽ തന്നെ നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് റവാഡ ചന്ദ്രശേഖർ എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഒരു പക്ഷേ എത്തിയേക്കാം. അതിനൊക്കെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കണം. മാത്രമല്ല അതല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അതിനുവേണ്ടിയിട്ടുള്ള ആലോചനകളൊക്കെ ആയിരിക്കും നടക്കുക. 30-ാം തീയതി വരെയാണ് സമയമുള്ളത്. നേരത്തെ ഈ UPSC യോഗത്തിന്റെ തീയതി നിശ്ചയിക്കാത്തത് ഒരുപക്ഷെ സംസ്ഥാനത്ത് അസാധാരണമായ സാഹചര്യത്തിൽ താൽക്കാലിക DGP എന്ന സംവിധാനം വരുമോ എന്നൊക്കെയുള്ള ആശങ്ക സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നാണ് ഇന്ന് UPSC യോഗം ചേരാൻ തീരുമാനിച്ചത്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ അയച്ച 6 പേരുടെ പട്ടികയിൽ നിന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടികയിലേക്ക് എത്തുമ്പോൾ ഇനിയുള്ള ആകാംക്ഷ ആരാകും സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി എന്നുള്ളതാണ്. നമ്മളിപ്പോഴും ഉറച്ചു നിൽക്കുന്ന 2 പേര്, അതിലൊന്ന് നിതിൻ അഗർവാളും 2 റവാഡ ചന്ദ്രശേഖറുമാണ്. അതിൽ തന്നെ മുഖ്യമന്ത്രിയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും മുഖ്യമന്ത്രി തനിച്ച തീരുമാനമെടുക്കുമോ അതല്ലെങ്കിൽ 30-ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ആ പേര് വന്ന് ആ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തിന് ശേഷം അങ്ങനെ ഒരു നീക്കത്തിലേക്ക് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ആര് എന്നുള്ള കാര്യത്തിലേക്ക് എത്തുമോ എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മറുപടി അയച്ചില്ല എന്നൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ചുരുക്കപ്പട്ടികയിലുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് പരിഗണിക്കപ്പെടുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. കാരണം വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്നും വളരെ അപ്രധാനമായിട്ടുള്ള മറ്റൊരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മാറ്റിയെന്നൊക്കെ ചില ആരോപണങ്ങൾ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് മേധാവിയാക്കുമ്പോൾ അങ്ങനെയുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്, അതടക്കം വളരെ നിർണായകമാണ്. ഏതായാലും ഈ പേരുകൾ, അതായത് ആദ്യ 3 പേരുകൾ ഒരിക്കൽ കൂടി നമുക്ക് പറയാം. അതിലൊന്നാമത്തേത് റോഡ് സുരക്ഷാ കമ്മീഷണറായിട്ടുള്ള നിതിൻ അഗർവാൾ ആണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 2026 ഓഗസ്റ്റ് വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. പോലീസ് മേധാവിയായാൽ ആ കാലാവധി വർദ്ധിക്കുകയും ചെയ്യും. രണ്ടാമത്തേത്
നിലവിൽ ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്യൂരിറ്റി സെക്രട്ടറി റവാഡ ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിനും 2026 ഓഗസ്റ്റ് വരെയാണ് കാലാവധി ഉള്ളത്. മൂന്നാമത്തേത് ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയാണ്. നമുക്കറിയാം വിജിലൻസ് മേധാവിയായിട്ടൊക്കെ അദ്ദേഹം പല സംസ്ഥാനത്ത് തുടർന്നിട്ടുണ്ട്. സ്വാഭാവികമായും യോഗേഷ് ഗുപ്ത നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ പരിഗണിക്കുമോ എന്നുള്ളതിന് വളരെ കുറച്ച് സാധ്യതകൾ മാത്രമാണുള്ളത്. അപ്പോഴും ഇക്കാര്യത്തിൽ സാധ്യത ഏറെ റവാഡ ചന്ദ്രശേഖരനാണ് എന്ന് സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട്.